Hi guys, welcome back to Ejipur മകളെ. അങ്ങനെ ഓണപരീക്ഷയുടെ പടിവാതിലിൽ എത്തി നിൽക്കുകയാണ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ ആദ്യ പരീക്ഷ സോഷ്യൽ സയൻസ് ആണ്. ആദ്യമേ ഒരു കാര്യം അണ്ടർലൈൻ ചെയ്ത് പറയാം, ഒരു ടെൻഷനും വേണ്ട, ഒരു പേടിയും വേണ്ട. ചോദ്യ പേപ്പർ മാറുന്നുണ്ട്, ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഒരു തരി പോലും പേടിക്കേണ്ട. നിങ്ങൾ ഓണപരീക്ഷ ഏറ്റവും സിമ്പിൾ ആക്കി ഏറ്റവും ഹാപ്പി ആയിട്ട് പരീക്ഷ ആളിന് ഇറക്കി വിടുന്ന കാര്യം ഞങ്ങൾ ഏറ്റവും ആദ്യ ഫസ്റ്റ് ചാപ്റ്റർ മൂവിംഗ് ഫോർവേഡ് ഫ്രം സ്റ്റോണേജ് എന്താണ് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന ചാപ്റ്റേഴ്സ് അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നു. സോ ബേസിക്കലി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മാർക്ക് 11 മുതൽ 12 മാർക്കിന്റെ ചോദ്യം വരെ നിങ്ങൾ ഓണപരീക്ഷയിൽ ചോദിക്കും. ഏത് ചാപ്റ്ററിനോ? ഒന്നാമത്തെ 11 മുതൽ 12 മാർക്കിന്റെ ചോദ്യങ്ങൾ വരെ ഈ ചാപ്റ്റർ ചോദിക്കും. ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ഏതൊക്കെ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യ ക്വസ്റ്റ്യൻ, പോയിന്റ് ഔട്ട് ദ factors that led the human being agriculture and the domestication of the animals. മനുഷ്യനെ കൃഷിയിലേക്കും മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിലേക്കും നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ ചൂണ്ടിക്കാണിക്കുക. 4 മാർക്കിന് ചോദ്യമാണ്, അല്ലെങ്കിൽ 5 മാർക്കിന് വേണമെങ്കിൽ ചോദിച്ചേക്കാം. അറ്റ് എനി കോസ്റ്റ് ഈ ചോദ്യം പഠിച്ചിരിക്കണം. എക്സാമിന് എന്തായാലും ചോദിക്കും. എന്തൊക്കെയാണ് ആൻസേഴ്സ് നോക്കി നിങ്ങൾ. ബേസിക്കലി എന്താണ്? പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്, ജനസംഖ്യാ വർധന വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ ആൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ്, മനുഷ്യ വാസസ്ഥലത്തിൽ ഉണ്ടായ വർധന. അതായത് ചുരുക്കി പറയാൻ മനുഷ്യന്റെ എണ്ണം കൂടുകയാണ്. എണ്ണം കൂടുമ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യും? എത്ര ഉണ്ടാക്കിയാലും തികയാത്ത സാഹചര്യം എന്ന്, അല്ലെങ്കിൽ എത്ര വേട്ടയാടിയാലും തികയാത്ത സാഹചര്യം എന്ന്. അപ്പോൾ അവർ നിർബന്ധമായി കൃഷി ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ഇനി ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടൂ എന്ന സാഹചര്യത്തിൽ എത്താം അല്ലേ. അത് സങ്കീർണമായ സാമൂഹ്യ ഘടകങ്ങൾ, കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ്, ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ചേഞ്ച് ഇൻ ടെക്നോളജി, സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം, ഇതെല്ലാമാണ് മനുഷ്യനെ കൃഷി എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തിന് ഏറ്റവും വലിയൊരു മാറ്റത്തിലേക്ക് നയിച്ച സംഭവമാണ് കൃഷിയുടെ ആരംഭം. ഇത് കൃത്യമായി പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കും, നോ സംശയം. റെഡി? രണ്ടാമത് ചോദ്യം മക്കളുടെ ഈ രീതിയിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷേ മാർക്കാകെ 1 മാർക്കായിരിക്കും, ഒറ്റ മാർക്കിന് ചോദ്യമായിരിക്കും. ഈ രീതിയിൽ മധ്യശിലായിക കേന്ദ്രങ്ങൾ, മധ്യശിലായികമായിക്കോട്ടെ, പാലിയോലിത്തിക് ആയിക്കോട്ടെ, നിയോലിത്തിക് ആയിക്കോട്ടെ, 3ഉം പഠിച്ചു വെക്കണം. ഇവിടുന്ന് എന്തായാലും ചോദ്യം വരും. നിങ്ങൾ നോക്കിയത് ഇവിടെ സ്റ്റാർക്കാർ, ഫാഹിയാൻ ഗുഹ, സാരൈനഹാർ അല്ലെ. ഇതിലേതാ സ്റ്റാർക്കാർ? നമുക്കറിയാം ഇംഗ്ലണ്ട് ആണ്. ഫാഹിയാൻ ഗുഹ എവിടെ? ശ്രീലങ്കയാണ്. സാരൈനഹാർ റായ് എവിടെയാ? ഇന്ത്യയിലാണ് അല്ലേ. അപ്പൊ ഈ രീതിയിലാണ് ചോദിക്കേണ്ടത് നിങ്ങൾ. അപ്പൊ ഈ രീതിയിലൊരു സാധനം കറക്റ്റ് താഴെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, ആ രീതിയിലായിരിക്കും ചോദിക്കുക. അപ്പൊ കൃത്യമായി ഓരോ സൈറ്റും, പാലിയോലിത്തിക് സൈറ്റ് പഠിച്ചു വെക്കണം, മെസോലിത്തിക് സൈറ്റ് പഠിച്ചു വെക്കണം, നിയോലിത്തിക് സൈറ്റ്, അതായത് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം, ഈ സൈറ്റുകൾ ഈ എക്സാമ്പിൾസ് നിർബന്ധമാണ്. അവിടെ നിന്ന് എന്തായാലും ചോദിക്കും, എന്തായാലും പഠിച്ചു. രണ്ടാമത്തെ കാര്യം നോക്കി നിങ്ങൾ. വീണ്ടും എന്താ? പാലിയോലിത്തിക് സെന്റേഴ്സ്, ലാഗാർമ ഉണ്ട്, ഷൗവറ്റ് ഉണ്ട്, അതുപോലെ എന്താണ് സറസ്ക് അല്ലെ. ലാഗാർമ എവിടെ? അല്ല, ലാഗാർമ കേവ്സ് വരുന്നത് പിന്നെ സ്പെയിനിലാണ്, അല്ല ഷൗവറ്റ് വരുന്നത് ഫ്രാൻസ് ആണ്, പിന്നെ റഷ്യയിലൊക്കെ വരുന്നത് അല്ലേ. ഈ രീതിയിൽ എക്സാമിന് ചോദിക്കും, പഠിച്ചു വെക്കാം. ജെറിക്കോ ഫലസ്തീൻ ആണ്, ഇത് നിയോലിത്തിക് സൈറ്റ് ആണ്. ഇനി ജാർമയുടെ ഇറാഖാണ്, അലിഗോഷ് ഇറാൻ ആണ്, മെഹർഗഡ് പാകിസ്ഥാനാണ്. ഈ രീതിയിൽ ഓരോ കാലഘട്ടം, പാലിയോലിത്തിക് ആയിക്കോട്ടെ, മെസോലിത്തിക്, നിയോലിത്തിക് ആയിട്ട് ഈ ചോദ്യം മസ്റ്റാണ്, എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ മെസോലിത്തിക് ഏജ്. ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കും. ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദ്യം ഉണ്ടായിരിക്കും. എന്താ സ്റ്റേറ്റ്മെന്റ് ലെവൽ എന്ന് പറഞ്ഞാൽ? ഒരുപാട് ഹിന്റുകൾ തരും. ആ ഹിന്റിൽ നിന്നും ഏതൊക്കെയാണ് ശരിയായ കാര്യം എന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പണ്ടൊരൊറ്റ ഓപ്ഷൻ തരുമല്ലേ, പക്ഷെ അതിന് പകരം ഒരുപാട് ഹിന്റ് തരുമ്പോൾ കൃത്യമായി പഠിച്ച കുട്ടികൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. റെഡി? എന്താണ്? പീപ്പിൾ യൂസ്ഡ് മൈക്രോലിത്തിക്. എന്താണ്? ഏത് കാലഘട്ടമാണ്? മെസോലിത്തിക് എന്താണ്? മധ്യശിലായുഗമായിട്ട് ബന്ധപ്പെട്ട മധ്യശിലായുഗം. എന്താ ചോദിച്ചത്? പീപ്പിൾ യൂസ്ഡ് മൈക്രോലിത്തി. എന്ത് ഉപയോഗിച്ചു? ആളുകൾ മൈക്രോലിത്തികൾ എന്ന ചെറിയ ശിലായുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽ, മൃഗങ്ങളെ വളർത്താൻ വേണ്ടി തുടങ്ങി. പീപ്പിൾ ലിവ്ഡ് ഇൻ ഓൺലി എ പെർമനന്റ് വില്ലേജ്, ആളുകൾ സ്ഥിരമായി ഗ്രാമങ്ങളിൽ താമസിക്കാൻ തുടങ്ങി. ഹണ്ടിങ്, ഫിഷിംഗ് ആൻഡ് ഫുഡ് ഗാദറിംഗ് കണ്ടിന്യൂഡ്. എന്താണ്? വേട്ടയാടൽ, മീൻപിടുത്തം, ഭക്ഷ്യചയനം എന്നിവ തുടർന്നു. ഇതിൽ ഏതാണ് മെസോലിത്തിക് ഏജുമായിട്ട്? നമ്പർ 1 എന്താണ്? പീപ്പിൾ യൂസ്ഡ് മൈക്രോലിത്തി. എന്ത് ഉപയോഗിച്ചിട്ടുണ്ടോ? സൂക്ഷ്മ ആയുധങ്ങൾ ഉപയോഗിച്ചല്ലേ. പിന്നെ നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ് മനുഷ്യന്റെ ജീവിത രീതിയുടെ ഭാഗമായി എന്തുകൂടി വരികയാണ്? ഫിഷിംഗ്, മത്സ്യബന്ധനം കൂടി വരുന്ന ഏത് കാലത്തിലാ? മെസോലിത്തിക് ഏജിൽ. അപ്പോൾ ഏതാ? 1ഉം 4ഉമാണ് ശരി. കണ്ടോ നിങ്ങൾ? ഈ രീതിയിൽ ഓപ്ഷൻസ് ഉണ്ട്. 1ഉം 2ഉമാണ് ശരി, അല്ലെങ്കിൽ എന്താണ് 1ഉം 3ഉമാണ്, 2ഉം 3ഉമാണ്, ഓൺലി 4. ഇതിൽ ഏതാ ശരി? കറക്റ്റ് നിങ്ങൾ നോക്കി. നിങ്ങൾ പിന്നെ 1ഉം 4 ഇടം കണ്ടു നോക്കി നിങ്ങൾ. 1, 3 അല്ലേ. മൃഗങ്ങളെ ഇണക്കി, 2ഉം ശരി കേട്ടോ. മൃഗങ്ങളെ ഇണക്കി വളർത്താൻ കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1ഉം 2ഉം 4ഉമാണ് കറക്റ്റ്. അത് കൃത്യമായി നോട്ട് ചെയ്ത് നോക്കുക. റെഡി? യെസ്, 1ഉം 2ഉം 4ഉമാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. എക്സാമിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാലിയോലിത്തിക് ആൻഡ് മെസോലിത്തിക് ടൂൾസ്. പ്രാചീന ശിലായുഗത്തിലേക്ക് മധ്യശിലായുഗത്തിലേക്ക് ആയുധങ്ങളെ ടൂൾസിന് എന്ത് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി ടൂൾസിന്റെ പ്രത്യേകത? പാലിയോലിക് ഏജിലെയും അതുപോലെ മെസോലിത്തിക് ടൂൾസിൽ സിമ്പിൾ ആണല്ലേ. പാലിയോലിത്തിക് ഏജിലാണെങ്കിൽ എന്ത് ഉപയോഗിക്കുക? റഫ് ആയിട്ടല്ലേ. എന്താണ്? പരുക്കൻ ശിലായുധങ്ങൾ ഉപയോഗിച്ചു. എന്താണ്? നമ്മൾ മെസോലിത്തിക് ഏജിലേക്ക് എന്ത് സംഭവിച്ചു? മൈക്രോലിത്തിക്. എന്താ മൈക്രോലിത്തിക് എന്ന് പറഞ്ഞാൽ? സൂക്ഷ്മമായ അല്ലെ. സൂക്ഷ്മം അല്ലെങ്കിൽ എന്താ?
ചെറിയ ആയുധങ്ങൾ. ഇത് തന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഈ വ്യത്യാസം മാത്രം ഇത് വെച്ചാൽ 2 മാർക്കിന് ചോദ്യങ്ങൾ കിട്ടി. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായി പഠിച്ചോക്കെ. ഇത് വളരെ ബേസിക് ആയ കാര്യമാണ്. ഇനി ഇങ്ങനത്തെ ഒരു ചോദ്യം, കംപ്ലീറ്റ് ഗിവൻ ചാർട്ട് റിലേറ്റഡ് യൂസ് ഓഫ് അയൺ ടൂൾസ് ഓഫ് പാലസ്റ്റിക് യൂസ് ടൂൾസ് ഡ്യൂറിംഗ് ദ പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജിലെ മനുഷ്യൻ ഉപയോഗിച്ച ആയുധങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സാമിന് ചോദിക്കും. അതെന്താണ്? ഈ രീതിയിലാണ്. യൂട്ടിലൈസേഷൻ ആണ്. ആദ്യം തന്നെ യൂട്ടിലൈസേഷൻ ആണ്. മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺ വിത്തൗട്ട് ചേഞ്ചിങ് ഷേപ്പ്. രൂപം മാറ്റാതെ ഉപയോഗിക്കാൻ വിളിക്കുന്നവരെന്താടാ? പിന്നെ പ്രയോജനപ്പെടുത്തുക. രണ്ടാമത്തത് എന്താണ്? പിന്നെ നമ്മുടെ ആവശ്യാനുസരണം, നമ്മുടെ ഫാഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ മെത്തേഡ് യൂസിങ് അവൈലബിൾ സ്റ്റോൺ ബൈ ചേഞ്ചിങ് ഷേപ്പ് അക്കോർഡിംഗ് ടു നമ്മുടെ ആവശ്യാനുസരണം രൂപം മാറ്റി വിളിക്കുന്നവരാണ് ഫാഷനിങ്. രൂപമാറ്റം വരുന്നത്. മൂന്നാമത്തെ ക്രമവൽക്കരണം എന്ന് പറഞ്ഞാലോ ഓരോ ആവശ്യത്തിനും ഓരോ ആയുധങ്ങൾ, സ്റ്റാൻഡർഡൈസേഷൻ. ഓരോ പിന്നെ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ഈ രീതി. എക്സാമിന് ചോദിക്കും. ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയി ചോദിക്കും. പഠിച്ചു വെക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് മെസോലിത്തിക് ഏജ്. മധ്യശിലായുഗത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് മധ്യശിലായുഗത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നമുക്ക് യൂസ് ഓഫ് മൈക്രോലിത്തിക്സ് ഓർ വെരി സ്മോൾ ടൂൾസ്. മൈക്രോലിത്ത് അഥവാ സൂക്ഷ്മ ശിലായുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പാർട്ട് ഫ്രം ഹണ്ടിങ് ഗാദറിംഗ് ദ ഫിഷിംഗ് ഓൾസോ ബിക്കം എ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. എന്താണ്? വേട്ടയാടലിനും ഭക്ഷണം പറയുന്നത് മീൻപിടുത്തവും ഉപജീവന മാർഗമായി മാറ്റി. ഇൻഡിക്കേഷൻ ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. മൃഗങ്ങളെ ഇണക്കി വളർത്താൻ നൽകി. അമ്യൂസ്മെന്റുകൾ, എന്താണ്? വിനോദങ്ങൾ തുടങ്ങി. അതുകൊണ്ടാണ് ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ. ലിംഗാടിസ്ഥാന തൊഴിൽ വിഭജനമൊക്കെ ഏത് കാലത്തുണ്ടായിരുന്നു? മെസോലിത്തിക് ഏജിലുണ്ടായിരുന്നു. മക്കളെ, അപ്പോൾ ഇതിന്റെ ഒക്കെ നോട്ടും ആൻസറൊക്കെ വേണമെങ്കിൽ എവിടെ വേണം ജോയിൻ ചെയ്തോ? കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്താൽ കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കൊടുക്കുന്നത് നമ്മുടെ മൈക്രോബിറ്റും നോട്ട്സും PYQ മോഡൽ ക്വസ്റ്റ്യൻസും ചാപ്റ്റർ സമരൊക്കെ അവിടെ കിട്ടും. സോ താഴെ ലിങ്കിൽ ജോയിൻ ചെയ്തോ, വേഗം എന്ത് ചെയ്തോ അതിൽ ജോയിൻ. ബാക്കി ഇന്ന് രാത്രി കൃത്യം നമ്മൾ 7:30 നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എൻറ്റയർ ചാപ്റ്റർ റിവിഷൻ ആണ്, പഠിച്ചു പോവാണ്. തിങ്കളാഴ്ച ആദ്യ പരീക്ഷയാണ്. നമ്മൾ സെറ്റ് ചെയ്യും. ഞാൻ വീണ്ടും ഞാൻ അണ്ടർലൈൻ ചെയ്യാണ്. സോഷ്യൽ നമ്മൾ സെറ്റ് ചെയ്യും. ഫുൾ മാർക്ക് നിങ്ങൾ വാങ്ങിത്തരും. ഡോണ്ട് വറി. സോ ഫോർ മോർ കിട്ടും. നിഹാൽ സാർ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കാം. നിഹാൽ സാർ സെർച്ച് ചെയ്ത് നിഹാൽ സാർ ഇൻസ്റ്റാ പേജ് കിട്ടും. അതുപോലെ നിഹാൽ സാർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. സോ അതിലേക്ക് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് കണ്ടന്റുകൾ വരാൻ വേണ്ടി പോവുകയാണ്. സോ എല്ലാവർക്കും ഓൾ ദി ഒരു ബെസ്റ്റ്. നന്നായി പഠിക്കുക. സോ സി യു ഇൻ 7:30 രാത്രി എൻ്റെ ലൈവിന് കാണാം. സോ അവിടെ കാണാം. താങ്ക് യു വൺസ് അഗൈൻ. ബൈ.